കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി മലിനീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് CMRL എന്ന് പറയുന്ന കരിമണൽ കമ്പനി. അതിലാർക്കും സംശയം ഉണ്ടോ? കരിമണൽ കർത്തായുടെ CMRL കമ്പനി എന്ന് പറയുന്നത് കേരളത്തെ പരിസ്ഥിതി നാശം വരുത്തിക്കൊണ്ടിരിക്കുന്ന കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കമ്പനിയാണ്. ആ കമ്പനി സുഗമമായി പ്രവർത്തിക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം, സർക്കാരിന്റെ ഒത്താശകൾ വേണം. ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വിരൽ ചൂണ്ടിയാൽ കരിമണൽ കർത്തായുടെ കമ്പനി പൂട്ടണം. അപ്പൊ ആ കമ്പനി അവിടെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കമ്പനി മുതലാളി ആരാണ്? കമ്പനി മുതലാളി കരിമണൽ കർത്ത. കരിമണൽ കർത്ത മാത്രമല്ല കേട്ടോ, ഇത് KSIDC ഉണ്ട്, നമ്മുടെ കൂടി കമ്പനിയാണ്. പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് 13.14% വിഹിതമുണ്ട് അതിൽ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇടപെടുന്നത്. ഇത് കരിമണൽ കർത്തായും വീണയും തമ്മിലുള്ള പ്രശ്നമല്ല, അത് മനസ്സിലാക്കണം അന്തംഗമികൾ. ഇത് ഇവിടുത്തെ ഓരോ ജനത്തിനും അവകാശപ്പെട്ടതാണോ? ഈ പറയുന്ന CMRL എന്ന കമ്പനിയിൽ നിന്ന് വരുന്ന ലാഭവിഹിതം ഇവിടുത്തെ ഓരോ മനുഷ്യനും അവകാശപ്പെട്ടതാണ്. അതാണ് വീണ എന്ന് പറയുന്ന ഏറ്റവും വലിയ തട്ടിപ്പുകാരി കൈക്കലാക്കിക്കൊണ്ട് കടന്നു കളഞ്ഞത്. 1-2 ലക്ഷമൊന്നുമല്ല, 2.78 കോടി. ഏതാ ഏറ്റവും പുതിയ കണക്ക്? 2.78 കോടിയാണ് അമുക്കിയത്. വിജയേട്ടന്റെ മോള് കേട്ടോ, വിജയേട്ടന്റെ മോള്, വിജയൻ സഖാവിന്റെ മോള്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതേ, അപ്പൊ അങ്ങനെയുള്ള ഒരു കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട കമ്പനിക്ക് പ്രവർത്തിക്കാൻ പിണറായി വിജയൻ അനുമതി നൽകണം. ഇതിനു വേണ്ടിയിട്ട് പിണറായിയെ സന്തോഷിപ്പിക്കണം. ആ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ എത്ര പൈസ കൊടുത്തു എന്ന് കരിമണൽ കർത്താവിന് അറിയാം. കരിമണൽ കർത്താവ് ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. PVക്ക് ഇത് അത്ര കോടി കൊടുത്തു. മൊത്തം കൊടുത്തത് 134 കോടിയാണ്. അറിയോ? 134 കോടിയാണ് PVക്കും OCക്കും KCക്കും RCക്കും അങ്ങനെ കുറെ ഇനീഷ്യലുകൾക്ക് കൊടുത്തത്. ഇപ്പം VD സതീശൻ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തല പൈസ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇലക്ഷൻ ഫണ്ടിലേക്ക്. സാധാരണ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഇത്തരത്തിലുള്ള കമ്പനികളിൽ നിന്ന് പൈസ സംഭാവനയായി വാങ്ങാറുണ്ട്. ഇനി അതിന് റെസീറ്റ് കൊടുത്തോ അത് കണക്കപ്പെടുത്തിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണത്തിൽ വരേണ്ടതാണ്. അത് വരട്ടെ. അപ്പം OCയും RCയും PKയും PVയും. അപ്പൊ PV പറയുന്നത്, പിണറായി വിജയൻ എന്ന് പറയുന്ന PV പറയുന്നത് ആ PV ഞാനല്ല എന്ന് പറയുന്നു. ആ PV ഞാനല്ല, ഈ PV ഞാനാണ്. ആ PVയും ഈ PVയും ഈ PVയും ആ PVയും എല്ലാ PVയും പിണറായി വിജയനാണ് എന്ന് നാട്ടിൽ എല്ലാവർക്കും അറിയാം. കാരണം ഈ പറയുന്ന പിണറായി വിജയൻ സമ്മതം മൂളിയാലേ കരിമണൽ കർത്തായുടെ കമ്പനി തുറക്കുള്ളൂ. അപ്പം പിണറായി വിജയന് കരിമണൽ കർത്ത കോടികൾ, ഈ 134 കോടിയിൽ ഏറ്റവും വലിയൊരു ഷെയർ കൊടുത്തത് PVക്കാണെന്നാണ് പറയുന്നത്. അതിന്റെയൊക്കെ കണക്കുകൾ SFIO വീണ്ടും അന്വേഷിക്കും. ഇപ്പോ SFIO അന്വേഷിക്കുന്നത്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുന്നത് വീണ വിജയന് എങ്ങനെയാണ് 2.78 കോടി കിട്ടിയത്, ആ പൈസ വീണ വിജയൻ എന്ത് ചെയ്തു. ഇതാണ് ഇപ്പോഴത്തെ അന്വേഷണം. ബേബി സഖാവ് പറയുന്നുണ്ട് ഈ PK കുറിച്ചും RCയെ കുറിച്ചും അന്വേഷിക്കണം പറയുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി കുറിച്ചും ഈ രമേശ് ചെന്നിത്തലയെ കുറിച്ചും അന്വേഷിക്കണം. ഓരും പൈസ വാങ്ങിയിട്ടുണ്ട് എന്ന് ആര് പറയുന്നുണ്ട്? ഐസക് പറയുന്നുണ്ട്. ബേബി ഐസക്കും പറഞ്ഞു തോന്നുന്നു. ഐസക്കും ബേബിയൊക്കെ പറയുന്നുണ്ട്. ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്നറിയോ? അതായത് PK കുഞ്ഞാലിക്കുട്ടിയെ പിടിക്കണം, രമേശ് ചെന്നിത്തലയെ പിടിക്കണം. ഈ രണ്ടാൾക്കാരെ പിടിക്കുന്നതിന്റെ ആദ്യം ആരെ പിടിക്കുന്ന അറിയോ? ഈ PVനെ പിടിക്കും, പിണറായി വിജയനെ പിടിക്കും. അപ്പൊ ഇറ്റികള് പിണറായി വിജയനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് RCയെ പിടിക്കണം, PKയെ പിടിക്കണം എന്ന് പറയുന്നത്. അതാണ്. അതായത് രമേശ് ചെന്നിത്തലയെ പിടിക്കാനോ അതല്ലാതെ PK കുഞ്ഞാലിക്കുട്ടിയെ പിടിക്കാനോ അല്ല MA ബേബി ആഗ്രഹിക്കുന്നത്. MA ബേബി ആഗ്രഹിക്കുന്നത് ആരെ പിടിക്കാനാണ്? പിണറായി വിജയനെ പിടിക്കാനാണ്. പിണറായി വിജയനെ എപ്പോഴേ പിടിക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 100 കോടിയുടെ അടുത്താണത്രേ ചാക്കില് കൈതോലപ്പായിൽ കെട്ടിയിട്ട് പിണറായി വിജയന് കൊടുത്തയച്ചത്. പറയുന്നത് കരിമണൽ കർത്തായാണ്. കരിമണൽ കർത്തായുടെ ഡയറിയിലാണ് PVക്ക് ഇത് അത്ര കോടി എന്ന് പറയുന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ, PVയുടെ കാര്യം വരാൻ പോണുള്ളൂ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വീണ വിജയന്റെ കേസാണല്ലോ. അത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, വീണ വിജയൻ എങ്ങനെയാണ് കുറ്റക്കാരിയാവുന്നത്. അതായത് ഒരിക്കലും പ്രവർത്തിപ്പിക്കാൻ അനുവാദം ഇല്ലാത്ത കമ്പനിയെ മുഖ്യമന്ത്രി
പിണറായി വിജയൻ പ്രവർത്തിപ്പിക്കാൻ എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു. അപ്പോഴാണ് ചോദിക്കുന്നത്, എന്തൊക്കെ ഒത്താശയാണ് ചെയ്തു കൊടുത്തത്? എന്തൊക്കെ ഒത്താശ? ഒരുപാട് ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ടോ, അന്വേഷിക്കണോ? അതായത് ഒരുപാട് നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ഒരുപാട് നേരത്തെ ഉണ്ടായിരുന്ന ഇവരെ എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്തുകൂടാ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അയവ് വരുത്തി. ഇനി അതൊക്കെ പോട്ടെ, ഈ കമ്പനിക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തല്ലോ. ഈ കമ്പനിക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തല്ലോ. അതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് PVക്ക് ഈ കോടികൾ കൊടുത്തത്. അതല്ലാതെ PVയുടെ മോള് പറഞ്ഞു അച്ഛന് കൊടുത്താ പോരാ, എനിക്കും വേണം. അതാണ് ഈ കേസ്. അതായത് PVക്ക് കൈക്കൂലി കൊടുത്തു. അപ്പോഴാണ് മോള് ഇങ്ങനെ ചൊറി കുത്തിരിക്കാനോ, മോൾ IT പാസ്സായി എന്നൊക്കെയാ പറയുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മോൾ IT പാസ്സായ കഥ എങ്ങനെയാണ്. ഇവിടെ 5 ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്നപ്പോ, അതായത് സ്വാശ്രയ കോളേജിനെതിരെ കേരളത്തിൽ സമരം നടത്തിയപ്പോൾ ആ സമരത്തിന്റെ ഭാഗമായി 5 സഖാക്കളെ ഇവിടെ വെടിവെച്ച് കൊന്നു അന്നത്തെ സർക്കാർ. പുഷ്പന് വെടികുടുങ്ങി, പുഷ്പൻ എന്താ പറയാ ശയ്യയിലായി അല്ലേ? എത്ര വർഷം വേദന നിന്ന് പുഷ്പൻ കഴിഞ്ഞു എന്ന് അറിയോ? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? സ്വാശ്രയ കോളേജുകൾ നടത്താൻ പാടില്ല. അങ്ങനെ ഈ സഖാക്കള് അന്തംഗമ്മികള് സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തുമ്പോഴാണ് പിണറായി വിജയന്റെ മോള് വീണ വിജയന് ഇവിടെ കോയമ്പത്തൂരെ സ്വാശ്രയ കോളേജിൽ, കോയമ്പത്തൂരിലെ അമൃതാനന്ദമയി ദേവിയുടെ സ്വാശ്രയ കോളേജായ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടില് അവിടെ പോയി പഠിപ്പിക്കുകയാണ്. ആലോചിച്ചു നോക്കി നിങ്ങൾ. അതായത് ഈ പാവം സഖാക്കളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുക സ്വാശ്രയ കോളേജിനെതിരെ, എന്നിട്ട് ഈറ്റിങ്ങളെ വെടിവെച്ച് കൊല്ലുക. അപ്പൊ സ്വന്തം മോളെ നേരെ കോയമ്പത്തൂർ കൊണ്ടുപോയിട്ട് അവിടുത്തെ സ്വാശ്രയ കോളേജിൽ ചേർക്കുക. എങ്ങനെയുണ്ട്? ആ പെൺകുട്ടിക്കാണെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ചും വിവരമില്ല. അവസാനം എൻട്രൻസ് ടെസ്റ്റ് നടത്തിയാൽ കിട്ടൂല. എൻട്രൻസ് ടെസ്റ്റ് നടത്തിയാൽ കിട്ടൂല എന്ന് അറിയുന്നതുകൊണ്ട് വീണക്ക് മാത്രമായിട്ട് ഒരു ടെസ്റ്റ് നടത്തി. അത്ര അതിന് വട്ടപൂജയായിരുന്നു. അത്ര വട്ടപൂജം കിട്ടിയിട്ടും അവിടെ അഡ്മിഷൻ കൊടുത്തു. അത് വേറൊരു ഇടപാടിന്റെ എന്താ പറയാ പ്രത്യുപകാരമായിട്ട് അവിടെ ഏതായാലും പ്രവേശനം കൊടുത്തു. അവിടെ പഠിച്ച് 3rd ക്ലാസ്സിൽ ആരൊരാൾ പറഞ്ഞെന്താ അറിയോ? അവിടുത്തെ ഒരു അധ്യാപകൻ പറഞ്ഞത്, ഇമാതിരി കുട്ടീനെ അയാൾ ജീവിതത്തിൽ കണ്ടില്ല എന്ന് പറയുന്നത്. ഇത്ര ബുദ്ധിയില്ലാത്ത ഒരു വിവരവും ഇല്ലാത്ത ഒരു IT-യിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ആദ്യമായിട്ടാണ് കണ്ടത്രേ. നല്ല ബഹുമതിയാണല്ലോ അല്ലെ? അവിടുന്ന് തട്ടിമുട്ടി പാസ്സാക്കി. അതിനുള്ള ടെക്നിക്കൊക്കെ സഹാക്കന്മാർക്ക് അറിയാലോ. ഈ പാസ്സായി വന്നോടുമ്പാണ് രവി പിള്ളക്ക് ഒരു കൊട്ടാരം കൊടുത്തിട്ട്, അറിയാലോ, കോവളം കൊട്ടാരം രവി പിള്ളക്ക് കൈമാറിയതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എന്നിട്ട് രവി പിള്ള അതിനുള്ള പ്രത്യുപകാരം എന്ന് പറഞ്ഞാൽ മാസപ്പടി 36 മുമ്പേ വാങ്ങാൻ തുടങ്ങിയത്. അതായത് വീണ ഈ പറയുന്ന കോയമ്പത്തൂരിലെ അമൃത കോളേജിൽ നിന്ന് IT ബിരുദൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന ഉടനെ തന്നെ രവി പിള്ള അദ്ദേഹത്തിന്റെ IT കമ്പനിയിലെ CEO ആക്കി. സാധാരണ ഈ IT കമ്പനിയിലെ CEO ആക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രവർത്തന പരിചയമുള്ള അല്ലെ, ഏറ്റവും മിടുക്കന്മാരിൽ മിടുക്കനായ ആൾക്കാരെയാണ് ഇതിന്റെ CEO ആക്കുക. അതിന് പകരാക്കിയത് ഈ പൊട്ടത്തിന്. എങ്ങനെയുണ്ട് സ്ഥിതി? എന്നിട്ട് 5 ലക്ഷം റുപ്യ ശമ്പളം. കാരണം എന്താണ്? കൊട്ടാരം പിണറായി എഴുതി കൊടുത്തു. അങ്ങനെയൊക്കെയാണ് തുടക്കം, വീണയുടെ തുടക്കം. അപ്പോഴാണ് ഈ എന്താ പറയാ അച്ഛൻ ഏതായാലും കരിമണൽ കർത്താവെ സഹായിക്കുന്നുണ്ട്. അച്ഛൻ ഏതായാലും കരിമണൽ കർത്താവിൽ നിന്ന് വലിയൊരു അല്ലെ ചാക്കൻകെട്ടില് കോടികൾ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പം വീണ പറഞ്ഞു, കരിമണൽ കർത്താവെ വിളിക്കാണ്. അതാ അച്ഛന് കൊടുത്താ പോരാ, എനിക്കും വേണം. അപ്പൊ കർത്താവ് ചോദിച്ചു, അല്ല ഇപ്പൊ എങ്ങനെയാണ് ഇപ്പോ? അച്ഛന് കൊടുക്കണ്ടല്ലോ, അതൊന്നും പോരാ, എനിക്ക് വേണം. ഏത് കണക്ക് പെടുത്തും? ഇത് കണക്കിലൊന്നും പെടുത്തില്ലെങ്കിലും ഡയറിയിലൊക്കെ ഇങ്ങനെ കുറിച്ച് വെക്കല്ലോ. അപ്പോഴാണ് ആരോ ഒരാള് ഒരു ബുദ്ധി ഉപദേശിച്ചത്. അതായത് വീണ ഒരു IT കമ്പനി ഉണ്ടാക്കുക. എന്നിട്ട് ആ കമ്പനി കരിമണൽ കർത്തായുടെ കമ്പനിക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് AMC, ആനുവൽ മെയിന്റനൻസ് അല്ലെ, അതായത് വാർഷിക ഈ കമ്പ്യൂട്ടറുകളും ബാക്കിയുള്ള ഈ ഉപകരണങ്ങളൊക്കെ മെയിന്റനൻസ് ചെയ്യുന്ന, സോഫ്റ്റ്വെയറുകളൊക്കെ മെയിന്റനൻസ് ചെയ്യുന്ന ഒരു കരാർ. അങ്ങനെ ഒരു AMC ഉണ്ടാക്കിയിട്ട്, അപ്പൊ അവിടെ എന്താ വേണ്ടത്? അവിടെ ആകെ വേണ്ടത് ടാലിയും ചില എന്ന് പറഞ്ഞാൽ ഫ്രീ ആയി കിട്ടുന്ന, അതായത് നമുക്ക് ഏത് കമ്പ്യൂട്ടർ വാങ്ങിയാലും അതിന്റെ കൂടെ കുറച്ച് സോഫ്റ്റ്വെയർ ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അത്തരം സോഫ്റ്റ്വെയറെ അവിടെ ഉപയോഗിക്കുന്നുള്ളൂ. വീണക്ക് ഒരു പണിയില്ല. വീണക്ക് ആകെ എന്താണ്? ഒരു അക്കൗണ്ട് തുറക്കുക. ആ അക്കൗണ്ടിലേക്ക് മാസാമാസം
കർത്ത പൈസ ഇട്ട് കൊടുക്കും. എത്ര പൈസ? 5 ലക്ഷം റുപ്യ വീണക്ക്, വീണന്റെ കമ്പനിക്ക് 3 ലക്ഷം. എവിടെയും കേട്ടിരിക്കും നിങ്ങൾ? അതായത് ഒരു കമ്പനി വേറൊരു കമ്പനിയായിട്ട് ഇടപാടുണ്ടാക്കുക, എന്നിട്ട് കമ്പനിക്ക് 3 ലക്ഷം, ഈ കമ്പനിയുടെ ഉടമയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഒരു 5 ലക്ഷം, അങ്ങനെ 5 3 8 ലക്ഷം, മാസം 8 ലക്ഷം. ഇതെല്ലാം പാടെ കൂടിയിട്ടാണ് എന്തായത് 1.72 ലക്ഷം കോടി. അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പോഴാണ് മൂപ്പത്തിയാർക്ക് അതും പോരാതെ വന്നപ്പം ഈ കർത്തായുടെ ഭാര്യയുടെ ഒരു കമ്പനി ഉണ്ട്, വേറെ കർത്തായും ഭാര്യയും കൂടി വേറൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ നിന്ന് 36 25 ലക്ഷം 50 ലക്ഷം കടം വാങ്ങി. അതായത് ഈ മാസപ്പടി പോരാ, അതിന്റെ കൂടെ കടവും. ഈ കടം തിരിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഈ കടം വാങ്ങുക എന്നുള്ളത് തിരിച്ചു കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോരട്ടെ ഓർക്കും പ്രശ്നമില്ല. കാരണം എന്താ? കമ്പനി പ്രവർത്തിപ്പിക്കാം. കാരണം തന്തക്കും കൊടുക്കുന്നുണ്ട്, മോക്കും കൊടുക്കുന്നുണ്ട്. തന്തക്കും മോക്കും പൈസ ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ ഈ കരിമണൽ കർത്തായുടെ കമ്പനി ഇവർക്കൊക്കെ കോടികൾ കൊടുത്തത് കണക്കപ്പെടുത്തണമല്ലോ. ഇതിനു വേണ്ടിയിട്ട് ഇവര് ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് 132 കോടി എന്നൊക്കെ എഴുതിയപ്പോഴാണ് ആദായ നീതിക്കാരെ വന്ന് പരിശോധിച്ചപ്പോൾ എന്ത് ട്രാൻസ്പോർട്ടേഷൻ 132 കോടിയോ? അപ്പൊ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞു അത് ചില അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതായത് ഇവിടുത്തെ ഞങ്ങൾക്ക് കമ്പനി നടത്തണമെങ്കിൽ, ഇങ്ങനത്തെ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവിടെ കമ്പനി നടത്തണമെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക്, മന്ത്രിമാർക്ക്, പ്രതിപക്ഷത്തിന്, ഇവിടുത്തെ മറ്റ് മത സാമുദായിക നേതാക്കന്മാർക്ക്, ഇവിടുത്തെ കുറെ മാധ്യമ പ്രവർത്തകർക്ക് ഇവർക്കൊക്കെ പൈസ കൊടുക്കണം. ഇവർക്കൊക്കെ പൈസ കൊടുത്തില്ലെങ്കിൽ എല്ലാവരും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഞങ്ങൾക്ക് കമ്പനി പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾക്ക് കമ്പനി പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ 132 കോടി രൂപ അമ്മാരി കുറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കൈക്കൂലി കൊടുത്തത് എഴുതിയേക്കാൻ പറ്റൂല്ലോ. ഇതില് കണക്ക് തയ്യാറാക്കുമ്പോൾ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ എഴുതി വെക്കാൻ പറ്റില്ല. അതിന് പകരം ഞങ്ങള് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഊതി പെരുപ്പിച്ചൊരു കണക്കുണ്ടാക്കി, അത്രേ ഉള്ളൂ. അപ്പോഴാണ് ഇൻകം ടാക്സുകാർക്ക് ഇതൊക്കെ മനസ്സിലായപ്പോഴാണ് ഇതിനുള്ള ഒരു ഫൈനൊക്കെ ചുമത്തി. അങ്ങനെയാണ് ഒരു ഇന്ററിം ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി. അത് സാധാരണ രീതിയിൽ വലിയ വലിയ കമ്പനികളൊക്കെ ചെയ്തതാണ്. അങ്ങനെയാണ് ഇവരൊരു ഇന്ററിം സെറ്റിൽമെന്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയപ്പോഴാണ് ആ റിപ്പോർട്ടിലാണ് നേരത്തെ പറഞ്ഞ 132 കോടി ആർക്കൊക്കെ കൊടുത്തു. PVക്ക് കൊടുത്തു ഒരു 100 കോടി, RCക്ക് കൊടുത്തു വേറെ കോടി, PKക്ക് കൊടുത്തു വേറെ കോടി, OCക്ക് കൊടുത്തു വേറെ കോടി, അങ്ങനെ കോടി ഇവർക്കൊക്കെ കൊടുത്ത കൂട്ടത്തിലാണ് വീണക്ക് 1.72 കോടി കൊടുത്തു. എന്തിനാ കൊടുത്തത്? വെറുതെ കൊടുത്തു. കാരണം വീണ ചോദിച്ചു അച്ഛന് കൊടുത്താൽ പോലെ എനിക്ക് വേണം. അത് കണ്ണുപ്പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി. എന്ത് അഗ്രിമെന്റ്? ഞാൻ നേരത്തെ പറഞ്ഞ AMC, അതായത് ഈ വാർഷിക മെയിൻ്റനൻസ് കരാർ എന്ന് പറഞ്ഞ ഒന്നുമില്ല, പണിയൊന്നുമില്ല, വെറുതെ ഒരു കരാറുണ്ടാക്കി. എന്നിട്ടാണ് മാസം ഈ 3 ലക്ഷം 5 ലക്ഷം 8 ലക്ഷം മാസം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് 1.72 കോടി കൊടുത്തത്. അത് അങ്ങനെ ഒരു പ്രവൃത്തിയും ചെയ്യാത്ത, ഒരു സേവനവും ചെയ്യാതെ വീണ വിജയൻ 1.72 കോടി വാങ്ങി എന്നായിരുന്നു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ, ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഷോൺ ജോർജ്, PC ജോർജിന്റെ മോൻ ഷോൺ ജോർജ് അന്ന് ജനപക്ഷത്തിന്റെ നേതാവാണ്, BJPയിൽ ചേർന്നിട്ടൊന്നും ഇല്ല കേട്ടോ. ഷോൺ ജോർജ് ആണ് ഇതിങ്ങനെ വിട്ടാ പറ്റില്ല, ഇത് ഏറ്റവും വലിയ ഫ്രോഡാണ്, ഇത് കമ്പനി ആക്ട് അനുസരിച്ച് അന്വേഷിക്കണം. വീണ വിജയൻ ചെയ്തത് 3 വർഷം മുതൽ, ശ്രദ്ധിക്കണം വിജയേട്ടാ, ശ്രദ്ധിക്കട്ടോ, 3 കൊല്ലം മുതൽ 10 കൊല്ലം വരെ മോള് ഉണ്ട തിന്നാൻ പോവുകയാണ് കേട്ടോ. 3 വർഷം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന തരത്തിലുള്ള ഏറ്റവും വലിയ ഒരു ഫ്രോഡ് കളിയാണ് വീണ കളിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു ക്രൈമിലൂടെ സമ്പാദിച്ച പണം, ആ സമ്പാദിച്ച പണമാണ് ഈ പറയുന്ന 1.72 കോടി. അവസാനം SFIO അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സ്ഥിതി? ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലെ 1.72 കോടി അല്ല, ഇതിന്റെ പുറമെ വേറെയും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻകം ടാക്സിന്റെ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ടും ഈ മാസപ്പടി തുടർന്നു എന്ന് പറഞ്ഞാൽ അവസാനം 2.78 2.78 ലക്ഷം രൂപ വീണ വിജയൻ അക്കൗണ്ടിലൂടെ വാങ്ങി. അപ്പോഴാണ് ഐസക് പറയുന്നത്, അക്കൗണ്ടിലൂടെ വാങ്ങിയ എങ്ങനെയാണ് ഇത് കള്ളപ്പണാകുക, എങ്ങനെയാണ് ഇത് അഴിമതിപ്പണാകുക? ഇതാ ഇന്നത്തെ ഏതൊരു ചർച്ചയിൽ ഷിജു ഖാൻ ചോദിക്കുന്നുണ്ട്, ഇത് രേഖയിലുള്ള പണമാണ്, അക്കൗണ്ടിലൂടെ വന്ന പണമാണ്, അതിന് GST അടച്ചിട്ടുണ്ട്, IGST അടച്ചിട്ടുണ്ട്. ഹൈക്കോർട്ടിടോ, അതിലിപ്പോ എന്താണ്? അപ്പൊ ഈ അന്തം കമ്മികൾക്ക് ഒരു ലോക വിവരമില്ല എന്നുള്ളതിന്റെ തെളിവല്ലത്. ഇന്നലത്തെ സംശയമുള്ള ആൾക്കാർ ഇന്നലത്തെ ഏഷ്യാനെറ്റ് ചർച്ച എന്ന് കണ്ടാൽ മതി കേട്ടോ. ആ ഏഷ്യാനെറ്റ് ചർച്ചയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, രാജേഷ് എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഈ ചാക്ക് കെട്ടി കൈതോലപ്പായി കെട്ടിക്കൊണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ പഴയ ഏർപ്പാടാണ്, പഴയ തട്ടിപ്പ് പരിപാടിയാണ്.
ഇപ്പൊ എന്താ പുതിയ ടെക്നോളജി അനുസരിച്ച് ബാങ്ക് അക്കൗണ്ട് വഴി വരുന്നേ കള്ളപ്പണവും അഴിമതിപ്പണവും കൈക്കൂലിപ്പണവും ഒക്കെ ബാങ്ക് അക്കൗണ്ട് വഴി വരും. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഈ നീരവ് മോഡി അല്ലേ, നീരവ് മോഡി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ബാങ്ക് തട്ടിപ്പൊക്കെ നടത്തിയത് എങ്ങനെയാണ്? അതൊക്കെ അഴിമതിപ്പണം, കൈക്കൂലിപ്പണം, അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട തട്ടിപ്പ് പണം ത്രൂ ബാങ്ക് അക്കൗണ്ട്. ഏറ്റവും വളരെ സിമ്പിളായി പറഞ്ഞാലേ, നിങ്ങൾ ഈ ഇപ്പം എന്താ പറയാ ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് കേട്ടില്ലേ? അതായത് ഡിജിറ്റൽ അറസ്റ്റ്, അതായത് ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിനെ വ്യാജ ഫോൺ കോൾ വഴി ഭീഷണിപ്പെടുത്തിയിട്ട് അവരിൽ നിന്ന് പണം അല്ലെങ്കിൽ ഇതാ നിങ്ങൾ ആദായ നികുതി വകുപ്പ് പിടിക്കാൻ പോകാണ്, ED പിടിക്കാൻ പോകാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെയാ? ചാക്ക് കെട്ടി കൊടുക്കുക. എടോ ഇതൊക്കെ അക്കൗണ്ടിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കാലം മാറി, തട്ടിപ്പുകൾ മാറി, തട്ടിപ്പിന്റെ വിധം മാറി. അക്കൗണ്ട് വഴി പണം പോകും, കോഴപ്പണം, കൈക്കൂലിപ്പണം. ഇത് ഈ സഖാക്കൾക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇതിപ്പോ ഈ എന്താ ഗൂഗിൾ പേ വഴിയൊക്കെയാണ് കൈക്കൂലി കൊടുക്കുന്നത്. അതറിയോ നിങ്ങൾക്ക്? ഇപ്പം കൈക്കൂലി പണ്ടത്തെ മാതിരി കവറിലിട്ടിട്ട് ആരും കാണാതെ ഇങ്ങനെ മേസനടി കൂടെ കൊടുക്കുന്നല്ല. അതിന്റെ കാലൊക്കെ കഴിഞ്ഞിടോ. ഒന്ന് അപ്ഡേറ്റഡ് ആകിന്റെ അന്തംഗമ്മികളെ. ഹൈസക്ക് വരെ പറയാണ്, ഓ ഇതെങ്ങനെയാണ് അഴിമതിപ്പണാകുക, ഇതെങ്ങനെയാ കോഴപ്പണാകുക, ഇതെങ്ങനെയാ കള്ളപ്പണാകുക, ബാങ്ക് അക്കൗണ്ട് വഴിയല്ലേ എന്ന്. ഇവന്റെ വിചാരം ബാങ്ക് അക്കൗണ്ട് വഴി വരുന്നത് മുഴുവനും ഈ സംശുദ്ധമായ നേരായ മാർഗത്തിലൂടെ പണാണ്. ഇവർക്കൊന്നും ലോകവിവരമില്ല. അതാണ് കഴിഞ്ഞ മാധ്യമപ്രവർത്തകൻ പറഞ്ഞത്. ഇതിനേക്കാളും നല്ലത് ഇവർക്ക് ഈ പണിക്ക് പോവുകയാണ്. അതായത് അന്വേഷിക്കാൻ വരുന്ന കേന്ദ്ര സംഘത്തിന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കുക, അന്വേഷിക്കാൻ വരുന്ന കേന്ദ്ര സംഘത്തിന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കുക, കാറ് എന്താ പറയാ ഇടിച്ച് പൊളിക്കുക, വേറെ ചീമൂട്ടേറിയ. ഏതായാലും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ ഇതൊക്കെ ചെയ്തതോടെ ED സംഘത്തെ അപ്പൊ നിങ്ങൾക്ക് ഏതായാലും മനസ്സിലായല്ലോ വീണ വിജയൻ ചെയ്ത തട്ടിപ്പ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. വീണ വിജയൻ ചെയ്ത തട്ടിപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണല്ലോ. കർത്താവ് ഈ ശശിധരൻ കർത്തായെ വീണ വിളിക്കുന്നത് കർത്താവ് എന്നാണ്. കർത്താവ് ദൈവം തമ്പുരാനാണ്. ദൈവം തമ്പുരാനാണ്. ഈ ദൈവം തമ്പുരാനാണല്ലോ കോടികൾ തരുന്നത്. ദൈവം തമ്പുരാനും മിസ്സിസ് ദൈവം തമ്പുരാനും ഇവരാണ് കോടികൾ കൊടുക്കുന്നത്. അങ്ങനെ ഈ പൈസയൊക്കെ വാങ്ങി വെച്ചപ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ ഷോൺ ജോർജിന്റെ ഈ കമ്പനി ആക്ട് അനുസരിച്ചുള്ള നടപടികൾ ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് ROC തുടർന്ന് SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഈ അന്വേഷണം നടത്തുന്നത്. അവരെല്ലാ രേഖകളും പിടിച്ചെടുത്തു, ഇതിന്റെ കുറ്റപത്രവും സമർപ്പിച്ചു. ഇനി വീണക്ക് ഉണ്ടതെന്നാം. എത്ര വർഷം? 10 വർഷം വീണ ജയിലിലേക്ക് പോകുകയാണ്. ഇനി കുറച്ചും കൂടി സ്പീഡാകും കേട്ടോ ഈ പരിപാടി. അതായത് സാധാരണ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ ഇങ്ങനെ കാലം പിടിക്കും, കുറെ കാലം കഴിയും. പക്ഷേ ഇപ്പൊ എന്താ ചെയ്ത് അറിയോ? EDയെ ആക്രമിച്ചു. ഇത് റെയ്ഡ് ചെയ്യാൻ വന്ന EDയെ ആക്രമിച്ചപ്പോ ED അങ്ങനെ വെറുതെ വിടില്ല. എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്ന് ജഗവഗയാക്കും ED എന്ന് പറഞ്ഞാൽ വീണ വിജയനെ ഇനി വിടില്ല. വീണ വിജയനെ മാത്രമല്ല, വിജയനെയും വിടില്ല. കാരണം EDയോട് കളിച്ചാൽ ED കേന്ദ്രത്തിന്റെ എന്താ പറയാ കേന്ദ്രത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സംഭവമാണ്. ഇവരെ സഖാക്കളുടെ വർത്താനം കേട്ടായിരിക്കും ED എന്ന് പറഞ്ഞാൽ EDനെ കൊണ്ടൊരു കാര്യമില്ല. ED ചെയ്യുന്നത് മുഴുവനും നരേന്ദ്രമോദി പറഞ്ഞിട്ടാണ്, അമിത്ഷാ പറഞ്ഞിട്ടാണ് ED ചെയ്യുള്ളൂ. അതാണല്ലോ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഏറ്റവും വലിയ തമാശ ഉണ്ട്. വി ഡി സതീശന്റെ ആ എന്താ പറയാ പത്രക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം നല്ല വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വി ഡി സതീശൻ പറയുന്നത്, അതായത് വി ഡി സതീശൻ പറയാണ് മോദിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, മോദിയെ പ്രധാനമന്ത്രിയെ ഞാൻ ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്. പ്രധാനമന്ത്രിയെ ആദ്യമായിട്ട് കാണാൻ പോയപ്പം പ്രധാനമന്ത്രി ചോദിച്ചു, എന്താ സതീശ സുഖം തന്നെയല്ലേ? അപ്പൊ സതീശൻ പറഞ്ഞു, അതെ മോദി ഒരു കാര്യം കേട്ടോ, നിങ്ങൾ നാളെ രാവിലെ തന്നെ പോയിട്ട് പിണറായി വിജയന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം കേട്ടോ. അപ്പം മോദി പറഞ്ഞു, ഓ സതീശൻ പറഞ്ഞല്ലേ, ഓ ചെയ്യാം. അപ്പം തന്നെ മോദി കുത്തി, അതെ ED അല്ലേ മോദിയാ വിളിക്കുന്നത്, അതെ നാളെ രാവിലെ പോയിട്ട് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യണം. അപ്പം സതീശൻ പറഞ്ഞു, വീട് മാത്രം പോരാ, 12 സ്ഥലത്ത് മറ്റേ റിയാസിന്റെ വീടും മറ്റേ ധർമ്മടത്തെ വീടും ആ വീടുകളൊക്കെ ഉൾപ്പെടെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം കേട്ടോ മോദിജി എന്ന് പറഞ്ഞപ്പോ ഉടനെ മോദിജി വീണ്ടും കുത്തി, അതെ ED ഒറ്റ വീട് മാത്രം പോരട്ടോ, 12 സ്ഥലങ്ങളിൽ റെയ്ഡ് ചെയ്യണം. നമ്മുടെ സതീശനാ പറഞ്ഞത്, നമ്മുടെ സതീശൻ ഇവിടെ വന്നിട്ടുണ്ട്, സതീശനാ പറഞ്ഞത്. എടോ ഇങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് ഈ അന്തംകമ്മികൾ നാടാകെ പറഞ്ഞു നടക്കുന്നത്. ഒന്ന് അന്വേഷിച്ച് നോക്കിയാട്ടെ. അപ്പൊ സതീശൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതുവരെ അന്തംകമ്മികൾ നല്ല മസിൽ പിടിച്ച് നടക്കേനി, ഇപ്പൊ ഇറ്റിങ്ങൾ തമാശയും പറഞ്ഞാൽ തുടങ്ങിയെന്ന്. എന്നിട്ട് പറയാണ്, ഞാൻ ചിരിക്കണോ കരയണോ എന്ന് തോന്നിപ്പോയിന്ന്. ശരിയല്ലേ? ഇമ്മാതിരി പൊട്ടത്തരം അല്ലേ, ഇമ്മാതിരി പൊട്ടത്തരം ഊളകള്.
അപ്പൊ ഏതായാലും ഒരു കാര്യം ഉറപ്പായി വീണ വിജയന് സാധാരണ രീതിയിലുള്ള ഒരു നിയമ നടപടിയിലൂടെ കടന്നു പോകുന്നതിന് പകരം ഇപ്പോൾ ഈ വിജയന്റെ ഗുണ്ടാ സംഘം ED ആക്രമിച്ചതോടുകൂടി ED പരിപാടികൾ നല്ല സ്പീഡാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അടുത്ത് തന്നെ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കും. ചോദ്യം ചെയ്യാൻ വേണ്ടി ഉടൻ വിളിപ്പിച്ചു കഴിഞ്ഞിട്ട് വീണ വിജയന്റെ സ്വത്തുകളൊക്കെ മരവിപ്പിക്കും. പിന്നെ 10 പൈസ ഗതിയില്ലാതെ നടക്കേണ്ടി വരും കേട്ടോ. അവസാനം സഖാക്കന്മാര് പാട്ടപ്പിരിവ് നടത്തേണ്ടി വരും, ബക്കറ്റ് പിരിവ് നടത്തേണ്ടി വരും. വിജയേട്ടന്റെ മോളുടെ കുടുംബസഹായ ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യുക. എന്റെ മരുവനെ വേറെ പണി ചെയ്യണം എനിക്ക്. പോയി കണ്ട് 2ാം കെട്ട് കെട്ടി ആകെ കുടുങ്ങിയില്ലേ നാറിയില്ലേ. ഇയാള് മരുമൻ പിന്നെ നാറായില്ലല്ലോ. മരുമൻ ആദ്യ ഭാര്യനെ എന്താ പറയാ കുനിച്ചു നിർത്തി കൂമ്പിടിച്ച് അന്നക്കാട്ടി നല്ല പെണ്ണുങ്ങളെ 50 ഉറുപ്പിക എടുത്ത പാളയത്തുനിന്ന് കിട്ടുമെന്ന് പറഞ്ഞ മുതലാണ്. അതിന്റെ പേരിലാണ് കുടുംബ കോടതിയിൽ ആദ്യത്തെ ഭാര്യ കേസ് കൊടുത്തത്. അതാണ് അവസാനം ഒത്തുതീർപ്പാക്കി മാസം 10,000 ഉറുപ്പിക അവിടെ കൊടുക്കണം എന്നുള്ള ഒരു വിധിയൊക്കെ വന്നു. അത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഒക്കെ നാറ്റക്കേസാണെന്ന്. തനി നാറ്റക്കേസ്. ബേപ്പൂരിലെ MLA ആണല്ലോ. കൂടെ കൊണ്ടിറക്കാൻ പറ്റും ഈ സാധനത്തെ. ഞാൻ പറഞ്ഞ പോലെ കഴുകിയ നന്നാവാത്ത സാധനമാണ് ഇതൊക്കെ. കഴുകിയ നന്നാവാത്ത സാധനം ചേരേണ്ടതേ ചേരും എന്ന് പറഞ്ഞ പോലെ ഇമ്മാതിരിയുള്ള തട്ടിപ്പുകാരും ഇമ്മാതിരിയുള്ള സ്ത്രീ പീഡകനും ഇല്ലേ. ഏതായാലും കൂടെ ഇനി റിയാസിന്റെ പേരിലുള്ള വേറെ സാധനങ്ങൾ വരാൻ പോകുന്നത്. ഇപ്പൊ ഓരോരോ കേസുകളായി വരികയാണ്. റിയാസ് പാലത്തിനും റോഡിനും ഒക്കെ വേണ്ടിയിട്ടേ മോനെ പിന്നാലെ വേറെ ED വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ED ഏതായാലും വീണ വിജയനെ പിടിച്ചു. ഇനിയിപ്പം തന്തപ്പടിനെ പിടിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് മരുവന്റെ പിന്നാലെയുണ്ട്. അപ്പം വീണയെ 10 വർഷത്തേക്ക് അകത്തിടാനുള്ള എല്ലാ വകുപ്പുകളും ED തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പുതിയ വിവരം. ഇന്നത്തെ പത്രങ്ങളിലെ കേരളകൗമുദിയാണ് വാർത്ത വളരെ കൃത്യമായി കൊടുത്തത്. മാസപ്പടി വീണയെ ED വരുത്തിയിരിക്കും. UDF നേതാക്കളിലേക്കും അന്വേഷണം. അവിടെ ഒരു കാര്യമുണ്ട്. UDF നേതാക്കളിലേക്കും അന്വേഷണം എന്ന് പറയുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടീനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ പിടിക്കുന്ന പറയുന്നത്. അക്കൂട്ടത്തിൽ അവരെ പിടിക്കുന്നതിന്റെ ആദ്യം ആരെ പിടിക്കും? അന്നക്കമ്മികളെ പറയടോ. ആരെ പിടിക്കുക? PVനെ പിടിക്കും. PV ഞാനല്ല എന്നൊന്നും പറഞ്ഞ് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. ED പിടിച്ച പോലെ ഉണ്ടാവും കേട്ടോ. ED പിടിച്ച പോലെയുണ്ടാകും. CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ വിശദമായി ചോദ്യം ചെയ്യാനും പണം കൈപ്പറ്റിയ മറ്റുള്ളവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതായത് ED തീരുമാനിച്ചു. കൊച്ചിയിലെ സോണൽ ഓഫീസിൽ ഇന്നലെ ചേർന്ന യോഗം തുടർ നടപടികൾ ചർച്ച ചെയ്തു. അന്തംഗമ്മികൾ കേൾക്കണോ? ഇത് ദേശാഭിമാനിയിൽ ഇല്ല ഈ വാർത്ത. കൈരളി TV പറയില്ല കേട്ടോ. കൊച്ചിയിലെ സോണൽ ഓഫീസിൽ ഇന്നലെ ചേർന്ന യോഗം തുടർ നടപടികൾ ചർച്ച ചെയ്തു. അന്വേഷണം തടയാൻ CMRL സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതിയുടെ നിലപാടറിഞ്ഞ ശേഷമാകും തുടർ നടപടി. നാളെയാണ് ഹർജി പരിഗണി. ഇതിന്റെ ഇടയിൽ ഈ അന്വേഷണം EDയുടെ ഈ അന്വേഷണം മരവിപ്പിക്കാൻ വേണ്ടിയിട്ട് CMRL നാളെ തന്നെ ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. അപ്പൊ നാളെ അതിന്റെ വിധി ഉണ്ടാകും. ആ വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചിലപ്പോ ഇത് സ്റ്റേ ചെയ്താൽ വീണ തൽക്കാലത്തേക്ക് അല്ലാതെ സ്ഥിരമായിട്ടൊന്നുമില്ല, സ്റ്റേ ചെയ്യലാണ്. അങ്ങനെയാണെങ്കിൽ വീണ തൽക്കാലത്തേക്ക് കുറച്ച് ആഴ്ചകൾ രക്ഷപ്പെടും. അത് കഴിഞ്ഞാൽ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ട് വീണ്ടും, കാരണം ഞാൻ പറഞ്ഞല്ലോ ED ഇനി വെറുതെ ഇരിക്കില്ല. CMRL പോയി കണ്ട് സ്റ്റേ കൊടുത്താലും ED ആ സ്റ്റേ ഒഴിപ്പിക്കും. CMRL ഉടമകളുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും വീണ്ടും ചോദ്യം ചെയ്ത ശേഷമാകും വീണയെ ED കൊച്ചി ഓഫീസിലേക്ക് നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നത്. അപ്പൊ കൊച്ചി ഓഫീസിൽ വെച്ചിട്ടായിരിക്കും വീണയുടെ ചോദ്യം ചെയ്യൽ കേട്ടോ. കഴിഞ്ഞ ദിവസം EN സുരേഷ് ബാബു എന്താ പറഞ്ഞത്? ഞങ്ങളുടെ നേതാവിനെ തൊട്ട് കളിച്ചാൽ നെഞ്ചത്ത് ഞങ്ങൾ താളം ചവിട്ടുന്നല്ല പറഞ്ഞത്. വീണന്റെ നെഞ്ചത്തെ എടോ സുരേഷ് ബാബു സഖാവേ, നിങ്ങള് പിണറായിനെ വിമർശിക്കുന്ന ആൾക്കാരുടെ നെഞ്ചത്തല്ല താളം ചവിട്ടേണ്ടത് കേട്ടോ. വീണന്റെ നെഞ്ചത്ത് താളം ചവിട്ടുകയാണ് ED കേട്ടോ. വീണയുടെ നെഞ്ചത്ത് താളം ചവിട്ടാൻ പോവുകയാണ് ED എന്ന് മനസ്സിലാക്കിക്കോ. EN സുരേഷ് ബാബു എന്ന് പറയുന്ന ഊളെ, അത്രയും പറയുന്നുള്ളൂ. വീണയുടെ സ്വകാര്യ അക്കൗണ്ടിന് പുറമെ എക്സാലോജി കമ്പനിയുടേതും മരവിപ്പിച്ചു എന്നാണ് സൂചന. അപ്പൊ വീണയുടെ ട്രാൻസാക്ഷൻ മുഴുവനും മരവിപ്പിച്ചു. ഇനി
ബാങ്ക് അക്കൗണ്ടിന്റെ കളി ഇല്ല കേട്ടോ. സ്വകാര്യ അക്കൗണ്ടിൽ 1.5 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എങ്കിലും ആ അക്കൗണ്ട് വഴി മുൻപ് നടന്ന ഇടപാടുകൾ പരിശോധിക്കും. ഇപ്പൊ എല്ലാവരും പറയുന്നത് ആകെ 1.5 ലക്ഷം ഇപ്പൊ നിലവില് അക്കൗണ്ടിൽ പൈസ ഉള്ളൂ. പക്ഷേ ഇതുവരെ ആ അക്കൗണ്ടിൽ എത്ര പൈസ വന്നു, ആ പൈസക്ക് എങ്ങോട്ടേക്ക് പോയി എന്ന് ED അന്വേഷിക്കുകയാണ്. അബുദാബിയിലെ നിർജ്ജീവമായ ബാങ്ക് അക്കൗണ്ടിലേക്കും അന്വേഷണം വ്യാപി. അബുദാബിയിലുണ്ടായിരുന്നു. നോക്കണം നിങ്ങള്. ചെത്തുകാരൻ കോരന്റെ അല്ലേ, കോരന്റെ മോൻ പിണറായി വിജയന് ദരിദ്ര കുടുംബത്തിൽപ്പെട്ട പിണറായി വിജയന് കോടികളുടെ ആസ്തി. ഇലക്ഷൻ കമ്മീഷന് വരെ വിവരം നൽകിയത് 1 കോടി ചില്ലറ ലക്ഷങ്ങൾ എന്താ പറയാ സ്വത്തുണ്ട് എന്നാണ്. അതായത് രേഖയിൽപ്പെട്ടത് തന്നെ. മോക്ക് IT കമ്പനി, മോന് മറ്റേ കമ്പനി. എന്നിട്ട് അടി വാങ്ങാൻ പോലീസിന്റെ അടി വാങ്ങാൻ അതാണ് ഏറ്റവും വലിയ രസം. അതായത് പിണറായി വിജയന്റെ മോള് തട്ടിപ്പും വെട്ടിപ്പും നടത്തി കോടികൾ ഉണ്ടാക്കുക. അന്വേഷിക്കാൻ വരുന്ന EDനെ പാവം കഞ്ഞി കുടിക്കാൻ പാകില്ലാത്ത അന്തംഗമികൾ പോയി കണ്ട് തലക്കടിക്കുക. എന്നിട്ട് ഓരോ പോലീസ് പിടിച്ചുകൊണ്ടുപോയാണ് ജീവിതകാലം മുഴുവൻ ഇവരെ ജയിലിന്റെ അകത്ത് കേട്ടോ. EDനോട് കളിച്ചാൽ ഒരിക്കലും പുറത്തിറങ്ങില്ല കേട്ടോ. ഇപ്പൊ 19 എണ്ണത്തിനെ പിടിച്ചു, 300 എണ്ണത്തിന് കേസും. ശരിയായില്ലേ? എന്തിന്? അതാ ചോദിക്കുന്നത്. ഇത് എന്തിന്? ഇപ്പൊ CPM-മാരൊക്കെ ചോദിക്കാണ്, യഥാർത്ഥത്തില് നല്ല CPM-മാർ ചോദിക്കാണ്, അല്ല ഇറ്റിങ്ങൊക്കെ എന്താ പ്രാന്തോ? ഇത് എന്തിനപ്പോ? പിണറായി വിജയനെ പിടിക്കാൻ വന്നിട്ടാണെങ്കിൽ മുദ്രാവാക്യം പിടിക്കാനൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കാരണം PB അംഗമാണ്, പഴയ മുഖ്യമന്ത്രിയാണ്, പിന്നെന്താ പറയാ PL കുരുത്ത നേതാവാണ്, വടിവാളിന്റെ ഇടയിൽക്കൂടെയൊക്കെ വന്ന ആളാണ്, കഴുകനാണ്. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവു തന്നെ മറ്റേ കൊട്ടിപ്പാടിയ തിരുവാതിരക്കളിക്കൊക്കെ കളിച്ച ആളാണ്. അപ്പൊ അയാളെ പിടിക്കാൻ വന്നാൽ ചിലപ്പോൾ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കുരുപൊട്ടും. ഇയാളെ മോള് ഈ തട്ടിപ്പ് നടത്തിയിട്ട് അത് പിടിക്കാൻ വന്നിട്ട് ഈ പറയുന്ന അന്തംഗമ്മികൾ. എന്നിട്ട് പിണറായി എന്താ പറയുന്നത്? നമുക്ക് ഒറ്റക്കെട്ടായി നേരിടണം. ഇയാളെ മോള് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് അത് പിടിക്കാൻ ED വന്നപ്പോ മൂപ്പര് പറയാണ് നമുക്ക് ഒറ്റക്കെട്ടായി നേരിടണമെന്ന്. ഇതെന്താ? നിങ്ങളെ മോള് തോന്നിയാസം ചെയ്തിട്ട് ഇവിടുത്തെ നാട്ടുകാർ മുഴുവൻ നിങ്ങളെ മോളെ രക്ഷിക്കാൻ വരണം. അതാണ് ഇപ്പൊ അന്തംഗമ്മികൾ ചെയ്തത്. പോയ ആൾക്കാരൊക്കെ കുടുങ്ങി. അങ്ങനെ സ്വകാര്യ അക്കൗണ്ടിൽ 1.5 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എങ്കിലും ആ അക്കൗണ്ട് വഴി മുമ്പ് നടന്ന ഇടപാടുകൾ പരിശോധിക്കും. 2017 മുതൽ 19 വരെയുള്ള ഇടപാടുകളാണ് പരിശോധിക്കുന്നത്. 2019 അക്കൗണ്ട് നിർജ്ജീവമായത്. ഇവിടുത്തെ മറ്റേ അബുദാബിയിലെ അക്കൗണ്ട് കേട്ടോ. CMRL 15 വർഷത്തിനിടെ 182 കോടി രൂപയുടെ സംശയകരമായ ഇടപാടുകൾ നടത്തിയത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിരുന്നു. ഞാൻ അടുത്ത് 132 എന്നാണ് പറഞ്ഞത്. സോറി, 132 അല്ല, 182 കോടിയാണ് ഈ CMRL കമ്പനി വീണ വിജയൻ ഉൾപ്പെടെ PV ഉൾപ്പെടെ RC ഉൾപ്പെടെ KC അല്ല, RC ഉൾപ്പെടെ PK ഉൾപ്പെടെ ഇമ്മാതിരി രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മുഴുവനും കൊടുത്തത് എന്നാണ് SFIO അവസാനം കണ്ടെത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് 1 കൊണ്ടും 2 കൊണ്ടും 3 കൊണ്ടും ഒന്നും അവസാനിക്കില്ല. പക്ഷെ ഇതിൽ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിയോ ഇതില് അകപ്പെടാൻ പോകുന്നില്ല. കാരണം ഇവർ വളരെ കൃത്യമായി പറയും ഇത് പാർട്ടി അക്കൗണ്ടിലേക്കാണ് വാങ്ങിയത്, അതിലുള്ള കണക്കുകളൊക്കെ ഇവർ ഹാജരാക്കും, ഇവര് രക്ഷപ്പെടും. പക്ഷെ അകത്താകാൻ പോകുന്നത് വീണ വിജയൻ തന്നെയായിരിക്കും. വീണ വിജയന് പിന്നാലെ വലിയ മൂത്ത വിജയനും അകത്താകും. പിന്നാലെ മരോനും വരും. അങ്ങനെ തന്തപ്പിടിയും മോളും മരോനും മൂന്ന് പേര് കാലാകാലം ഉണ്ട തിന്നാൻ പോവുകയാണ്. എല്ലാവിധ അഭിവാദ്യങ്ങളും അല്ലെ, ജയിലിലേക്ക് പോകുന്ന പിണറായി വിജയൻ സംഘത്തിന്, തിരുട്ട് ഫാമിലിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. ഇനി ഇതിന്റെ താഴെ വന്ന് കണ്ട് പൊങ്കാലിടാൻ നിൽക്കണ്ട എന്റെ അന്തംഗമ്മികളെ. കാരണം ആദ്യം നിങ്ങൾ പോയി കണ്ട് പഠിക്ക്. ഈ പറയുന്ന വീണ എന്തൊക്കെയാ ചെയ്തത്, അല്ലാതെ എന്നെ വന്നും കണ്ട് തെറി പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഈ പറയുന്ന ഈ EDന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കാനും ഇവരുടെ എന്താ പറയാ കാറിന്റെ ചില്ല് തകർക്കാനും അതിന്റെ ഉള്ളിലുള്ള ആ പാവം ഉദ്യോഗസ്ഥയെ കയറി പീഡിപ്പിക്കാനും ഒക്കെ ശ്രമിച്ച നിങ്ങളുണ്ടല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബാക്കി കാര്യങ്ങള്, ബാക്കി വിശേഷങ്ങള് നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബാക്കി തുടർന്നുള്ള വീഡിയോകൾ ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതുവരെ എല്ലാ അന്തംഗമ്മികൾക്കും ഒരുപാട് വിപ്ലവ അഭിവാദ്യങ്ങൾ. കാരണഭൂതത്തിന്റെ മരോനും മോക്കും ജയിലിലേക്കുള്ള സ്വാഗതവും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.